സിരിജി 9 പേരെ കൊല്ലാനാണ് അഫാൻ പദ്ധതിയിട്ടത്. അനിയനെ കൊന്നപ്പോൾ തളർന്നുപോയി. കൊലപാതകം നടത്തി തളർന്നു പോയത് കൊണ്ടാണ് ബാക്കി 3 പേരെ കൊല്ലാതെ വിട്ടത്. അതിൽ ഉമ്മ രക്ഷപ്പെട്ടു, ബാക്കി 5 പേര് പോയി. പക്ഷേ ആ മനസ്സിൽ ഇപ്പോഴും ബാക്കി 3 പേരെ കൂടി കൊല്ലണമെന്നാണ് അയാൾക്ക് ആഗ്രഹം. അതിൻ്റെ പിന്നിൽ പറയുന്ന കാര്യങ്ങൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. മാനസിക വിദഗ്ധനോടാണ്, കൗൺസിലിംഗ് നടത്തിയ ആളോടാണ് ഇയാൾ വെളിപ്പെടുത്തിയത്. അപ്പോൾ എന്നായാലും ഇവരുടെ ഈ 3 പേരുടെയും ജീവൻ അപകടത്തിലാണ് എന്നുള്ള സൂചനയല്ലേ പുറത്തു വരുന്നത്? തീർച്ചയായിട്ടും. അപ്പം അഫാൻ ഇത്തരത്തിലൊരു കൂട്ടക്കൊല നടത്തി എന്നത് മാത്രമല്ല, മറ്റു 3 പേരെ കൂടി കൊല്ലാൻ ഉദ്ദേശിച്ചിരുന്നത്. പല കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല. അതായത് 7 മണിക്കൂർ എടുത്തിട്ടാണ് ഇത്രയും പേരെ അഫാൻ കൊന്നു തീർക്കുന്നത്. അപ്പോൾ സ്വന്തം ഉമ്മുമ്മയെ, വാപ്പയുടെ സഹോദരനെ, ഭാര്യയെ, കാമുകിയെ, അനുജനെയൊക്കെ കൊന്നല്ലോ. ഇത് കൂടാതെ ഇനിയും കൊലപാതകം നടത്തുന്നു. ആരാണ്? ഇവരുടെ ബന്ധുവായ ഒരു സ്ത്രീയും അവരുടെ ഒരു മകളുമുണ്ട്. ഇതിൻ്റെ കാരണം ഈ അഫാൻ എന്തോ കാര്യത്തിന് അവരുടെ അടുത്ത് കുറച്ച് പണം ചോദിച്ചു. 5 ലക്ഷം രൂപയോ മറ്റോ ചോദിച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ആ പണം അവർ കൊടുക്കാൻ തയ്യാറായില്ല. അതുപോലെ തന്നെ ഉമ്മയുടെ ഒരു സഹോദരനുണ്ട്, അയാളോടും സാമ്പത്തികമായ സഹായം ആവശ്യപ്പെട്ടു, അയാളും തയ്യാറായില്ല. അപ്പോൾ ഇവർക്കെതിരെയും കൊലപാതകം നടത്തണം, അല്ലെങ്കിൽ ഇവരെ തീർക്കണമെന്ന് ഈ അഫാൻ്റെ മനസ്സിൽ ധാരണയുണ്ടായി. അപ്പോൾ അഫാനെക്കുറിച്ച് പുറത്തു വരുന്ന കാര്യങ്ങളുമായിട്ട് ഒട്ടും റിലേറ്റ് ചെയ്യുന്നതല്ല ഇതൊന്നും. അഫാൻ എന്ന് പറയുന്ന വ്യക്തി 23 വയസ്സുകാരനാണല്ലോ. ഇവൻ വീടിനെ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഉമ്മയുടെ കൂടെയോ സഹോദരൻ്റെ കൂടെയോ പോവുകയുള്ളൂ. അപ്പോൾ ഒരു അന്തർമുഖനാണ്, ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുന്നില്ല, നാട്ടിലധികം സൗഹൃദമില്ല. ഇതൊക്കെ കറക്റ്റാണ്. പക്ഷേ എല്ലാ ദിവസവും രാത്രിയിൽ അഫാൻ ബൈക്കും എടുത്ത് തോളിലൊരു ബാഗുമൊക്കെ ഇട്ട് പുറത്തേക്ക് പോകാറുണ്ട്. രാത്രി മുഴുവൻ ചുറ്റി സഞ്ചരിക്കാറുണ്ട്. അങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്ന അഫാൻ എന്തുകൊണ്ടാണ് ഏറെ വൈകി വീട്ടിലെത്തുന്നതെന്ന് ഉമ്മ ചോദിക്കാറില്ലേ? അപ്പോൾ ഷെമി അത് ചോദിക്കാറുണ്ടാകാം. അങ്ങനെ ചോദിച്ച ഷെമി ഒരുപക്ഷെ അഫാൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകാം. അങ്ങനെ ഭീഷണിപ്പെടുത്തണമെങ്കിൽ അഫാൻ എവിടെ നിന്നാണ് ഈ ധൈര്യം വന്നത്? സ്വതവേ അന്തർമുഖൻ എന്ന് പറയുന്ന അഫാന് മറ്റ് ചില കൂട്ടുകെട്ടിൽപ്പെട്ട ആളുകളുടെ ഒരു കണക്ഷൻ, ഒരു ബന്ധമുണ്ട്. അതായത് നേരത്തെ നിരോധിക്കപ്പെട്ട ഒരു തീവ്രവാദ സംഘടനയുണ്ട്. ഈ സംഘടന ആലപ്പുഴയിൽ ഒരു അഭിഭാഷകനെ കൊലപ്പെടുത്തിയത് ചുറ്റികയും കൂടവും ഒക്കെ ഉപയോഗിച്ചാണ്. ഏതാണ്ട് സമാനമായ രീതിയിലാണ് അഫാൻ ഈ വീട്ടിലുള്ള ആളുകളെയൊക്കെ കൊലപ്പെടുത്തിയത്. അപ്പോൾ ആദ്യം നമ്മൾ കരുതിയത് ഷോൾ കഴുത്തിൽ മുറുക്കി ചിലരുടെ തലയടിച്ച് ഭിത്തിയിൽ ഇടിച്ചു എന്നൊക്കെയാണ്. പക്ഷേ അങ്ങനെയല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ എല്ലാവരെയും കൊലപ്പെടുത്തിയത് ഒരേ രീതിയിലാണ്. അതായത് ചുറ്റി ഉപയോഗിച്ച് തലയുടെ ഒരു പ്രത്യേക ഭാഗത്ത് അടിക്കുന്നു. പെട്ടെന്ന് അങ്ങനെ ഒരു ആഘാതം ഉണ്ടാകുകയാണെങ്കിൽ നിലവിളിക്കാൻ പോലും മനുഷ്യന് കഴിയില്ല. ആ സമയത്ത് വീണ്ടും അടുത്ത ആഘാതം ഉണ്ടാകുന്നു. അങ്ങനെ 10 മുതൽ 20 തവണ ഓരോ വ്യക്തിയുടെയും തലയ്ക്കടിച്ചിട്ടുണ്ട്. ചിലരുടെ മുഖത്തേക്ക് അടിക്കുമ്പോൾ പല്ല് സഹിതമാണ് തെറിച്ച് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ അടിക്കണമെന്ന് അഫാൻ എങ്ങനെയാണ് അറിയുന്നത്? അപ്പം കൃത്യമായിട്ട് ശാസ്ത്രീയമായി കൊലപാതകം നടത്തുന്നത് ഇങ്ങനെയാണെന്ന് ആരോ അവനെ പറഞ്ഞ് പഠിപ്പിച്ചു. അപ്പോൾ രാത്രിയിൽ അഫാൻ നടത്തുന്ന ഈ ചുറ്റി സഞ്ചാരം മറ്റേതോ ഗ്രൂപ്പുകളുടെ പിന്തുണയിലാണ്. നമുക്കറിയാം, സാധാരണഗതിയിൽ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന പറഞ്ഞാൽ മയക്കുമരുന്ന് കൊടുത്ത് മറ്റ് പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തിയാണ്. അപ്പോൾ പണവും മയക്കുമരുന്നും ഒക്കെ നൽകുമ്പോൾ അതിൻ്റെ മറ്റേ കണ്ണി എവിടെയാണെന്ന് പറഞ്ഞ് പോലീസ് അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ, കൊച്ചി കാണുന്ന പോലെയോ തിരുവനന്തപുരത്ത് കാണുന്ന പോലെയുള്ള ചെറിയ ചെറിയ റാക്കറ്റല്ല, ഇത് ഇൻ്റർനാഷണൽ റാക്കറ്റായിരിക്കും. അതായത് IS, അൽഖ്വയ്ദ പോലെയുള്ള തീവ്രവാദ സംഘടനകൾ അവർ സബ്ബായി കൊടുക്കുന്ന കുറേ ആളുകളുണ്ടാകും. അവർ ഈ ഇന്ത്യയിലെ, കേരളത്തിലെ യുവജനങ്ങളെ മനഃപൂർവ്വം അവരിലേക്ക് ആകർഷിക്കാനായിട്ട് മയക്കുമരുന്ന് കൊടുത്ത് ഇവരുടെ വരുതിയിലാക്കും. ഇതാണ് ഏറ്റവും നല്ല മാർഗ്ഗമെന്ന് ആധുനിക തീവ്രവാദം തിരിച്ചറിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ബോംബും തോക്കും ഉപയോഗിച്ച് ആക്രമണം നടത്തിയാൽ വലിയ ചിലവാണെന്നും അത് നാട് മൊത്തം അറിയും. ഇതങ്ങനെയൊന്നും വേണ്ട. മയക്കുമരുന്ന് കൊടുത്താൽ അവൻ്റെ മസ്തിഷ്കത്തെ നമുക്ക് പണയമായി വാങ്ങാം, പിന്നീട് അവനെ ഒരു റിമോട്ട് ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന പോലെ കൊണ്ട് നടക്കാം. അഫാനെ അങ്ങനെ നിയന്ത്രിച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരം. കാരണം പിതാവ് അബ്ദുൾ റഹീം വിദേശത്ത് നിന്ന് നാട്ടിൽ വന്നപ്പോഴാണ് അറിയുന്നത് കുടുംബത്തിന് 15 മുതൽ 20 ലക്ഷം രൂപയുടെ കടം ഉള്ളതായിട്ട് ഇയാൾക്കറിയൂ. പിന്നെ എങ്ങനെയാണ് ഉമ്മയുടെ പേരിൽ 65 ലക്ഷവും ഇവൻ്റെ പേരിൽ 70 ലക്ഷവും ഒക്കെ കടം വരുന്നത്? ഇവൻ 2.5 ലക്ഷം രൂപയ്ക്ക് കാറ് പണയം വെക്കുന്നു, പിന്നീട് ഈ കാറ് വിൽക്കുന്നു, ആധുനിക രീതിയിലുള്ള ബൈക്കും ഫോണും വാങ്ങുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവൻ ആകെ പങ്കുവെക്കുന്നത് ഈ കാമുകിയായ ഫർസാനയുടെ അടുത്താണ്. അപ്പോൾ ഇവന് പക തോന്നുന്നു. അപ്പം ഈ തീവ്രവാദ സംഘടനകൾ ഇവനെ അടുപ്പിക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് ബന്ധുക്കളുമായിട്ടുള്ള ഒരു കണക്ഷൻ വിച്ഛേദിക്കണം, അവരെക്കുറിച്ചൊരു പകയുണ്ടാക്കണം, അവരെ ഏത് നിമിഷവും അറ്റാക്ക് ചെയ്യണം. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ആദ്യം ഇവൻ്റെ ഉമ്മുമ്മയെ, പിതാവിൻ്റെ സഹോദരനെ, ഇവൻ്റെ സ്വന്തം സഹോദരനെ, കാമുകിയൊക്കെ കൊന്നല്ലോ. ഇത് കൂടാതെ ഇവൻ ഇനി അടുത്ത ലക്ഷ്യം ഇവരുടെ ബന്ധുവായ ഒരു സ്ത്രീയും അവരുടെ മകളുമായിരുന്നു. അത് കഴിഞ്ഞാൽ ഒരു ഉമ്മയുടെ ഒരു സഹോദരനുണ്ട്. ഇവരെ കൊല്ലണമെന്ന് പ്ലാൻ ചെയ്തെങ്കിലും 7 മണിക്കൂർ നീണ്ട കൊലപാതക പരമ്പര കഴിഞ്ഞപ്പോഴേക്കും, അതായത് അനുജനെ കൊന്നു കഴിഞ്ഞപ്പോൾ ഇയാൾ ടയർഡായി, മെൻ്റലി ഫിസിക്കലി ടയർഡായി. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഫർസാനയോട് പറഞ്ഞു, ഞാൻ ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ ഫർസാന ചോദിച്ചു, ഇങ്ങനെ കൊലപാതകം നടത്തിയാൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുക? നമുക്കിനി സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുമോ? അപ്പോഴാണ് മയക്കുമരുന്നിനാണോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും മസ്തിഷ്ക പ്രക്ഷാളത്തിന് അടിമപ്പെട്ട് കഴിയുകയായിരുന്ന അഫാൻ
റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരുന്നു. അപ്പം മനസ്സിലായി ഇനി ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ എൻ്റെ കാമുകിയായി നീ ഒറ്റപ്പെട്ടു പോകുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അവളെ തലക്കടിച്ച് കൊല്ലുന്നത്. അവളെ അടിച്ചു കൊല്ലുമ്പോഴും ഇതുപോലെ പല്ല് സഹിതം തെറിച്ച് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ എവിടെയാണ് അടിക്കേണ്ടത്, എങ്ങനെയാണ് കൊല്ലേണ്ടത് എന്നത് സംബന്ധിച്ച് ശാസ്ത്രീയമായ ചില സഹായങ്ങൾ, പഠനങ്ങളൊക്കെ ഈ അഫാൻ കിട്ടി എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും. കാരണം ഈ നേരത്തെ പറഞ്ഞ രഞ്ജിത്ത് ശ്രീനിവാസനെ ആക്രമിച്ചത് അദ്ദേഹത്തിൻ്റെ മുഖം പോലും വികൃതമാക്കിക്കൊണ്ടാണ്. ചുറ്റിക കൊണ്ടും മകുടം കൊണ്ടും അടിച്ച് ഒരേ തരത്തിൽ, അതായത് പക എങ്ങനെയാണ് തീർക്കേണ്ടത് എന്നുള്ള ഫുൾ രീതി മുഖത്ത് കാണിച്ചുകൊണ്ടാണ്. അതേ രീതി തന്നെയാണ് ഇവിടെ അഫാനും എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. കൃത്യമായി ഇരകളെ ചുറ്റുക കൊണ്ട് ഒരു പ്രത്യേക ഭാഗത്ത്, അതായത് ചില ആളുകളുടെ തലയിലൊക്കെ വലിയ ദ്വാരങ്ങളുണ്ട് എന്നാണ് പറയുന്നത്, ആഴത്തിലുള്ള മുറിവുകൾ ശക്തിയായി അടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം വിചാരിച്ചത് തോക്കോ മറ്റെന്തെങ്കിലും ആയുധങ്ങൾ കൊണ്ടോ മുറിവേൽപ്പിച്ചു എന്നാണ്. പിന്നീടാണ് മനസ്സിലായത് ചുറ്റിക കൊണ്ടാണെന്ന്. അപ്പം ഇയാൾക്ക് ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു നേക്ക് കിട്ടിയത്, ഈ ഇന്ന സ്ഥലത്ത് അടിച്ചാൽ മരണം സംഭവിക്കും എന്നുള്ളത്? ഇപ്പം രാത്രി കാലങ്ങളുടെ ഇയാളുടെ യാത്ര എങ്ങോട്ടാണ്, ആരുമായിട്ടാണ്? മാത്രമല്ല ഇതിനിടയ്ക്ക് വന്ന ഒരു കാര്യം, ഇയാൾ ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ ഇയാളുടെ പിന്നിൽ ഒരാളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അയാളെ CCTV-യിൽ തെളിഞ്ഞിട്ടുണ്ട്. അയാൾ ആരാണ്, അയാൾക്ക് ഈ മരണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അങ്ങനെ നിരവധി ദുരൂഹതകൾ. പോലീസ് എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ പറയുന്നില്ല എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ഇയാളുടെ തീവ്രവാദ ബന്ധം പുറത്തു പറഞ്ഞാൽ അത് സമൂഹത്തിൽ തന്നെ തെറ്റായ രീതിയിലേക്ക് ഒരുപക്ഷെ കൊണ്ടെത്തിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറയും നോർമലായിട്ടുള്ള ഒരാൾക്ക് പിന്നെ ആരെയും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. പക്ഷെ നോർമലായിട്ടുള്ള ആൾക്കും ചെയ്യാൻ കഴിയും. ഭീകരവാദം തലയ്ക്ക് പിടിച്ച് ഇവിടെയല്ല നമ്മുടെ ജീവിതം, ഇവിടെയല്ല സ്വർഗത്തിലാണ്, നമ്മൾ ആളുകളെയൊക്കെ ഇങ്ങനെ ചെയ്താലേ ജീവിക്കാൻ കഴിയുമെന്നുള്ള ഒരു വല്ലാത്ത സ്വാധീനം ചില തീവ്രവാദികളിൽ നിന്ന് അഫാന് കിട്ടിയിട്ടുണ്ടാകാം, തീവ്രവാദ സംഘടനകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകാം. അങ്ങനെ ആയിരിക്കണം ചിലപ്പോൾ അഫാൻ ഇതിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷെ എങ്കിൽ പോലും ഇയാളുടെ മനസ്സ് മുഴുവൻ നിഗൂഢമാണ്. ഒന്നുകിൽ ഇയാൾക്കറിയാം, ഇല്ലെങ്കിൽ ഉമ്മയ്ക്കറിയാം എന്താണ് ഇയാളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ പിതാവ് അഫാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നല്ലോ. ഇദ്ദേഹം ഭാര്യയുമായി സംസാരിച്ചു, ഷെമിയുമായിട്ട്. പക്ഷേ ഷെമി പറയുന്ന കാര്യങ്ങൾ മജിസ്ട്രേറ്റിന് നൽകിയ മൊഴി തന്നെയാണ്. താൻ കട്ടിൽ നിന്ന് തലയടിച്ച് താഴെ വീണാണ് ഈ പരിക്ക് പറ്റിയത്. തലയടിച്ച് കട്ടിൽ നിന്ന് താഴെ വീണ ആളുടെ കണ്ണിന് താഴെ 7 or 8 സ്റ്റിച്ച്, വായ്ക്കുള്ളിൽ 10 or 13 സ്റ്റിച്ച്, സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ട്. അപ്പോൾ തലയ്ക്ക് വലിയ ആഘാതമേറ്റു. ഇതാണോ കട്ടിൽ നിന്ന് താഴെ വീഴുന്നത്? ഇത് പ്രഥമ ദൃഷ്ട്യാ തന്നെ കളവാണെന്ന് പോലീസിന് കൃത്യമായി അറിയാം. പക്ഷേ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന സ്ത്രീയുടെ മൊഴി, അതിനാണ് പ്രാധാന്യം. അപ്പോൾ അഫാനെ പേടിച്ചിട്ട് ഈ സ്ത്രീ ഇവൻ്റെ ബന്ധങ്ങൾ, ഇവനെ നിയന്ത്രിക്കുന്ന ഗ്രൂപ്പിനെ തുറന്നു കാട്ടാത്തതാവാം. അതല്ലെങ്കിൽ ഈ ബോധത്തിലേക്ക് വരുന്ന സ്ത്രീ ഭർത്താവിനോടും അല്ലെങ്കിൽ പോലീസുകാരോടും ഒക്കെ ചോദിക്കുന്നത് എൻ്റെ ഇളയ മകൻ എവിടെ, അവനെ മറ്റൊരു വീട്ടിലാണെന്നൊക്കെ പറഞ്ഞാണ് ഇവരെ ആശ്വസിപ്പിക്കുന്നത്. ഇവരൊരിക്കൽ പോലും അഫാൻ എവിടെയെന്ന് ചോദിക്കുന്നില്ല. അപ്പോൾ അഫാൻ ഇത്തരത്തിലുള്ള ചില ബന്ധങ്ങളുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. അതായത് ബന്ധുക്കളെ മുഴുവൻ ഇവനിൽ നിന്ന് അകറ്റാൻ ശ്രമം നടത്തുമ്പോൾ ഇത് കൃത്യമായിട്ട് ഷെമി മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഈ 60 ലക്ഷം 70 ലക്ഷം രൂപയുടെ കടം വരുന്നത്. അപ്പോൾ ഈ പണം മുഴുവൻ ഇവൻ എന്തിനു ചിലവാക്കുന്നു അറിയാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന സൂചന, ഈ പണം മറ്റൊരാളിലേക്ക് മറിച്ച് കൊടുക്കുന്നുണ്ട്. ഇവന് വേണ്ടിയിട്ടായിരുന്നില്ല ഈ പണം. എന്തിനാ ചിലവഴിച്ചതെന്ന് അറിയില്ല. ഇവൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു ബുക്കിൽ 14 പേരിൽ നിന്ന് 65 ലക്ഷം കടം വാങ്ങിയതിൻ്റെ കണക്ക് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയുമായിട്ടും ഈ കടം കൊടുത്ത ആൾക്കാർ ഈ പണം ചോദിച്ച് വരുന്നില്ല. അവിടെയാണ് ദുരൂഹത നിലനിൽക്കുന്നത്. അപ്പോൾ അഫാനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന ഒരു സംഘം ഒരു കാരണവശാലും ഇവരുടെ അടുത്ത് പണം ചോദിച്ച് ചെല്ലരുതെന്നും അത് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അന്വേഷണം തങ്ങളിലേക്ക് എത്തുമെന്നും അവർ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ ഒരു പ്രത്യേക വിഭാഗം മാധ്യമങ്ങളെ ഈ വാപ്പയെ, അതായത് ഗൾഫിൽ നിന്ന് വന്ന പിതാവിനെയൊക്കെ ഇവരിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. മാത്രവുമല്ല അഫാൻ്റെ പിന്നിൽ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്നു. നമ്മൾ പറഞ്ഞല്ലോ, ഇവൻ കൃത്യമായി മയക്കുമരുന്നിനോ ലഹരിക്കോ അടിമയല്ല. പിന്നെന്തായിരിക്കും? പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ അവനിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നവർ മറ്റ് ഇതര മതക്കാരെയോ അല്ലെങ്കിൽ ഇതര വിഭാഗക്കാരെയോ ഒക്കെ ഉപദ്രവിക്കണം എന്ന രീതിയിൽ കുറേ പരിശീലനം കൊടുക്കുന്നു. ശാസ്ത്രീയമായി എങ്ങനെ കൊലപാതകം നടത്താം, ഈ പരിശീലനം ലഭിച്ചിട്ട് ഇവനിത് എവിടെയും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ബന്ധുക്കളോട് പക തോന്നുന്നത്. ഈ പകയുടെ അടിസ്ഥാനത്തിൽ ഇവൻ ഈ പഠിച്ചതെല്ലാം തന്നെ സ്വന്തം വീട്ടിൽ പ്രയോഗിക്കുന്നു. അപ്പോൾ ശാസ്ത്രീയമായിട്ട് ഒരാൾ തലയ്ക്കടിച്ചെങ്കിൽ മാത്രമേ പെട്ടെന്ന് അയാൾ മരിക്കൂ. നമുക്കറിയാം, റിപ്പർ ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാൾ ഒരു സീരിയൽ കില്ലറായിരുന്നു. അയാൾ
അയാൾ ആളുകളെ കൊല്ലുന്ന ഒരു പ്രത്യേക ഭാഗത്ത് ഈ ചുറ്റിയോ ചാഞ്ഞടിക്കുമ്പോഴാണ്. സമാനമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എല്ലാവരെയും കൊന്നത് കൃത്യമായി ഒരേ സ്ഥലത്ത് അടിച്ച് വായിൽ നിന്ന് പല്ല് തെറിപ്പിച്ചുകൊണ്ടാണ്. ഇത്തരം പരിശീലനം നൽകുന്ന ചില തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ടതാണെന്ന് സൂചനകൾ ലഭിച്ചെങ്കിലും പോലീസ് ആ വഴിയിൽ അന്വേഷണം നടത്തുന്നില്ല. അപ്പോൾ ദുരൂഹതകൾ നീക്കാൻ താല്പര്യമുള്ള പോലീസ് ആ വഴിയിലേക്ക് അന്വേഷണം നടത്തിയില്ലെങ്കിൽ നമുക്ക് അഫാൻ്റെ കൃത്യമായ വിവരം അറിയില്ല. ഇപ്പം നമുക്കറിയാം, ആശുപത്രിയിൽ ഇവൻ കിടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഇവനെ ചങ്ങല കൊണ്ട് കട്ടിൽ ബന്ധിച്ചിരിക്കണം. എന്നിട്ട് ഇവൻ ഉറക്ക നിലവിളിക്കുന്നു, ഇവൻ ഭയങ്കര അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു. അപ്പോൾ അതൊന്നും മയക്കുമരുന്നിന് വേണ്ടിയിട്ടല്ല, പിന്നെ എന്താണ്, മറ്റെന്തോ അവൻ്റെ മസ്തിഷ്കത്തെ പണയം വെച്ച ആളുകൾക്ക് വേണ്ടി ചെയ്യുകയാണ്. അപ്പോൾ ഇവനിൽ നിന്ന് അറിയാതെ അക്കാര്യം പുറത്തു പോകുമോ? അങ്ങനെ പോയാൽ ഉമ്മയിൽ നിന്ന് ഇക്കാര്യങ്ങൾ എല്ലാവരും അറിയുമോ? അപ്പോൾ ഇവനെ പേടിപ്പിച്ച് ഭയപ്പെടുത്തി ഇത്രയും കാലം ഒരു സംഘം നിലനിർത്തുന്നു. അതേ പേടിപ്പെടുത്തൽ ഇവൻ ഉമ്മയോടും കാണിക്കുന്നു. മാത്രമല്ല, ഭാഗ്യം കൊണ്ട് ഇവരുടെ ബന്ധുവായ ഒരു സ്ത്രീയും മകളും ഒപ്പം ഉമ്മയുടെ സഹോദരൻ രക്ഷപ്പെട്ടു. ഇവൻ്റെ ഉമ്മയുടെ സഹോദരനെ കൊല്ലാൻ എന്താണെന്നറിയോ? ഒരു ചെറിയ കുട്ടി അവർക്കുണ്ട്. അപ്പോൾ ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി. അപ്പം അഫാനെ നിയന്ത്രിച്ച ശക്തികൾ ആരൊക്കെയാണെന്നുള്ളത് എത്രയും വേഗം പുറത്തേക്ക് വരട്ടെ. അന്വേഷണം കൃത്യമായ ദിശയിലേക്ക് നീങ്ങട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.